ഹലോ ഗായ്സ്, ഞങ്ങളിന്ന് മമ്പുറം പോവാണ്. പെട്ടെന്നുണ്ടായ പോക്കാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ പോകുന്നത്. ഇത് നമ്മൾ വില്ലൂസിൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞങ്ങളങ്ങനെ മമ്പുറം പോവാണ്. ഒരു 2:30 ഉച്ചയ്ക്ക് ശേഷമാണ് പോയത്. 2:30 ആയിട്ടുണ്ടാവും പോയപ്പം. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അങ്ങോട്ട് ബസ്സിൽ വരികയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നാണ് പോയത്. ഇവിടുന്ന് ഉമ്മയും നേർച്ചിട്ടിരുന്നു, അവിടുന്ന് ഉമ്മയും നേർച്ചിട്ടായിരുന്നു. കാരണം എൻ്റെ പ്രഗ്നൻസി അതേപോലെ ഡെലിവറി ടൈമിലൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നോർമൽ ഡെലിവറി ആവാൻ വേണ്ടി അങ്ങനെ നേർച്ചിട്ടതാണ്. അപ്പോൾ ഓനൊരു വയസ്സ് കഴിഞ്ഞു. അപ്പോൾ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുതിയ ഓട്ടോക്കെ എടുത്തതാണ്. അപ്പോൾ അതിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളാ പോകുന്ന ഭാഗത്ത് ഇവിടെ പുതിയ റോഡൊക്കെ വരികയാണ്. റോഡ് പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് ഒരു 60 പാത വരുന്നുണ്ട്. ഇതേമാതിരി ഞങ്ങളെ നാട്ടിൽ വരുന്നുണ്ട് പൈപ്പുല്ല്. അവിടെയും പുതിയതായി റോഡ് പണിയൊക്കെ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അവിടെ വലിയ റോഡൊക്കെയാണ് സെറ്റപ്പിലാക്കുകയാണ്, ഹൈവേ ആക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ അതേമാതിരി നല്ല പണി നടക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി. ഒരു 5 മണിയായിട്ടുണ്ട്. 5:30 ആകുമ്പോഴത്തേനും അവിടെ ക്ലോസ് ചെയ്യും. ഒരു 5 മണി ആയപ്പോഴത്തേനും ഞങ്ങളവിടെ എത്തിയിട്ട് കേട്ടോ. ട്രാഫിക് ഉണ്ടെങ്കിലും അത്യാവശ്യം അങ്ങനെ പോയി, അങ്ങനെ എത്തി. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗി ഇങ്ങനെ. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്താണ്. റോഡൊക്കെ അങ്ങനെ സെറ്റപ്പ് ആക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു ഹൈവേ റോഡാക്കുകയാണ്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞാനങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ എടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. അപ്പോൾ കട്ടൊക്കെ നമ്മളെ കൂടെ വേണം. അപ്പോൾ നമ്മൾ ഇനി സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ ഇനി ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏകദേശം എത്തിയിട്ട് മമ്പുറം എത്താനായി. അവിടെ അടുത്തുള്ള പാലാണ്. പാലത്തോട് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഏകദേശം എത്താനായി. ഒരു 5 മണി ആയിട്ട് നമ്മൾ എത്തിയപ്പം. അതിൻ്റെ മുന്നേ എത്തണം കരുതിയതാണ്. പക്ഷേ ഈ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റോട്ടിലും തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെയും തിരക്കിയിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ മാഷാഅല്ലാഹ് നമ്മളവിടെ എത്തി. ഞാൻ കല്യാണം കഴിഞ്ഞ ടൈമിൽ വന്നതാണ്. ഞാൻ ബസ്സിലും കൂടി ഒന്ന് വന്നത്. എനിക്ക് നേർച്ചയുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് പോവാൻ. അപ്പോൾ അങ്ങനെ വന്നു. 2.5 വർഷമായിപ്പോൾ ഞങ്ങൾ വന്നിട്ട്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ വണ്ടി നിർത്തി ഇവിടെ ഇറങ്ങിയിട്ട് ഓട്ടോ സൈഡാക്കി വരാറും പോയി. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങിങ്ങാണ്ട് പിന്നെ ഉള്ളിലേക്ക് പോകാണ്ട ചെയ്തത്. അപ്പോൾ ഞായറാഴ്ച മൂടണം, അല്ലെങ്കിൽ തിരക്കൂടെ നമുക്ക് കഴിയൂലല്ലോ. അപ്പോൾ പെട്ടെന്ന് അവിടെ വണ്ടി നിർത്തിങ്ങാണ്ട് ഞങ്ങൾ പോയി. പിന്നെയാണ് ബസ്സിൽ വന്നത്. അപ്പോൾ ഞങ്ങളവിടെ നിർത്തി. അത്യാവശ്യം പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ച ആയിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ നല്ല വരിയെന്ന് കയറാൻ മൂടാണ്. കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ചെറിയ കുട്ടികളെയും കൊണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് തന്നെ നമ്മളൊരു കാലിക്കുപ്പി വെളിച്ചെണ്ണ അവിടുന്ന് മന്ത്രിച്ച വെളിച്ചെണ്ണ ഓല് നമുക്ക് തരും കേട്ടോ. നമ്മളവിടെ വാങ്ങി വരണം. പിന്നെ ഒരു പച്ചത്തുണി, ആ തുണിയിലാണ് നമ്മൾ ഇറമുടുക. പിന്നെ മുകളിൽ നമുക്ക് നിസ്കരിച്ചാനും ഓതാനൊക്കെ എല്ലാ സ്ഥലമുണ്ട് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ, ഒന്ന് കാണിക്കാൻ വേണ്ടി. അവിടെ വെറും സ്ത്രീകൾക്ക് അലൗഡ് ഉള്ളൂ. പിന്നെ നമ്മളൊന്ന് നിസ്കരിച്ച് കുറച്ച് നേരം ഖുർആനൊക്കെ ഓതി, ഇറമുടി കഴിഞ്ഞിട്ട് ഖുർആനൊക്കെ ഓതിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം ഉമ്മ അങ്ങനെ ഓതിയപ്പോൾ മറ്റോ മടിക്കറി കുത്തിർന്ന് ഓതുകയാണ്. നമ്മളിവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ മാഷാഅല്ലാഹ് റാഹത്താണ്. നമ്മളെ മനസ്സിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ എത്തുമ്പോൾ തന്നെ നമുക്ക് കുറേയൊക്കെ പോവും. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു സമാധാനം. അങ്ങനെ നമ്മൾ അവിടെ നിസ്കരിച്ച് കുറച്ച് നേരം ഓതി. പിന്നെ അവിടുന്ന് പിന്നെ മടങ്ങുകയാണ് കേട്ടോ. പിന്നെ നേർച്ചപ്പെട്ടിയിൽ ഇട്ടു, നേർച്ച ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇട്ട്. അപ്പോൾ ഇതാണ് അവിടെ പുറത്തത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളതൊക്കെ കണ്ട് പിന്നെ അങ്ങനെ മടങ്ങി പോകുന്ന സമയത്ത് ഓന് ആ കളിപ്പാട്ടം അതൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ പോവാതാക്കുക. അതിൽ പിന്നെ ഞങ്ങൾ മടങ്ങി പോന്നപ്പോൾ അവിടെ ഒരുപാട് കടന്നു കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ ഖുറാനായിട്ടും അതിൻ്റെ ഇതായിട്ടും പിന്നെ മാലകൾ, അങ്ങനെ ഒരുപാട് നമുക്ക് ആവശ്യമുള്ളത് നമ്മളെ ചുമരുമ്പോൾ ഒട്ടിച്ചാൽ മതി. കാലിഗ്രാഫിൻ്റെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ക്യാഷ് വേണം. ഒരുപാട് സാധനങ്ങളൊക്കെ മാഷാ നല്ല അടിപൊളി സാധനങ്ങളായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ കണ്ടപ്പോൾ എടുത്തു എന്നുള്ളൂ. അപ്പോൾ മറ്റൊരു കളിപ്പാട്ടം വാങ്ങി. പിന്നെ മുട്ടായി അങ്ങനത്തെ ഒക്കെ വാങ്ങിങ്ങാണ്ട് കളിപ്പാട്ടം എനിക്കൊരു റിങ്ങും വാങ്ങി. കണ്ടപ്പോൾ നല്ല ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ കുട്ടികളെ കൊണ്ടുപോയാൽ എന്തായാലും വാങ്ങേണ്ടി വരും. അപ്പോൾ അവിടുന്ന് പിന്നെ ഞങ്ങൾ മടങ്ങണം കേട്ടോ. അവിടുന്ന് മടങ്ങിങ്ങാണ്ട് ഞങ്ങൾ നേരെ പരപ്പനങ്ങാടി ബീച്ചിലേക്കാണ് പോയത്. ആ വ്ലോഗ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെന്തായാലും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്നുകൂടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,